ഉപയോഗിക്കാതിരുന്ന ഒരു പലവ്യഞ്ജന പെട്ടിക്കകത്ത് വന്നു കയറിയ ഒരു സെറ്റ് തേനീച്ചയെ പുതിയ തേനീച്ചപ്പെട്ടിയിലാക്കുന്ന വിധമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ സൂക്ഷ്മതയോടുകൂടി ആ തേനീച്ചയുടെ റാട്ടുകൾ ഭദ്രമായി കേടുപറ്റാതെ എടുത്ത് പെട്ടിയിലെ ഫ്രെയിമിനകത്ത് സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ഒരു ജോലിയാണിത്. വളരെയധികം ഉത്തരവാദിത്വം വേണം, വളരെയധികം ക്ഷമ വേണം. തേനീച്ചകൾ കുത്തും, ആ വേദനയൊക്കെ സഹിച്ചു വേണം ഈ തൊഴിൽ ചെയ്യുവാൻ. സഹനശക്തിയുള്ളവർക്ക് മാത്രമേ ഈ തൊഴിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കയ്യിൽ കുത്തിയ മുള്ളുകൾ കത്തികൊണ്ട് അടിച്ചു കളയുന്ന ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തേനീച്ചകളെ നോവിക്കാതിരുന്നാൽ അവ നമ്മെ ഉപദ്രവിക്കുകയില്ല. അതായത് ഊതിക്കളയുന്ന ഭാഗമാണ് കാണുന്നത്. തേനുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നു. ബാക്കി അല്പം തേനും മുട്ടകളും ചേർന്നുള്ള റാട്ട് ഫ്രെയിമിനകത്ത് പാകത്തിന് വെച്ച് കെട്ടുകയാണ്. ആ താഴ്വശം കാണുന്നത് മുട്ടയും ആ കട്ട് ചെയ്യുന്നതിന് മുകൾ ഭാഗം തേനുമാണ്. ഉണ്ടോ, നല്ല വെള്ളാരം കല്ല് പോലുള്ള തേനാണ്, തേൻ കട്ടയാണത്, കൊതിയൂറുന്ന തേൻ കട്ടകൾ. ആ റാട്ടുകളെല്ലാം പെട്ടിയിൽ ഭദ്രമായി വെച്ച് കെട്ടണം. ചെറിയ നൂല് പോലുള്ള വാഴനാരുകൾ ഉപയോഗിച്ച് കെട്ടിവയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് ആ ഫ്രെയിമിനകത്തേക്ക് ആ പുഴുക്കളടങ്ങിയ തേൻ റാട്ട് വെച്ച് കെട്ടുന്ന രീതിയാണ് പ്രേക്ഷകർ കാണുന്നത്. ആ ഫ്രെയിമിനകത്ത് കൃത്യമായ രീതിയിലത് കട്ട് ചെയ്ത് വയ്ക്കുകയാണ്. കൂടുതലുള്ള ഭാഗം കട്ട് ചെയ്ത് കളയുകയാണ്.
ചെറിയ വാഴനാര് കീറി വച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ച് ആ റാട്ട് ഫ്രെയിമിൽ കെട്ടി ഉറപ്പിക്കുന്നു. ഒരാഴ്ചയ്ക്കകം ആ റാട്ടുകൾ തേനീച്ച തന്നെ ആ ഫ്രെയിമിൽ ഉറപ്പിക്കും. അതിനുശേഷം ആ നാരുകൾ കടിച്ചു മുറിച്ച് വെളിയിൽ കൊണ്ട് തള്ളും. റാണി ഈച്ചയുടെ ചിറക് മുറിക്കുന്ന ഭാഗമാണ് കാണുന്നത്. റാണി ഈച്ചയെ കാണുക. എല്ലാ ഈച്ചകളിൽ നിന്നും വലിപ്പം കൂടിയ ചിറക് മുറിച്ചതുകൊണ്ട് ഇനി പറന്നു പോകുന്നില്ല. കയ്യിൽ കയ്യിൽ